വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു കഴിഞ്ഞ ദിവസം കേരളക്കര ഏറ്റവും വേദനാജനകമായി കേട്ട സംഭവങ്ങളെ കുറിച്ച്. വിഭജിക സ്വന്തം കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് അതുല്യയുടെ സംഭവവും. ഈ രണ്ട് വിഷയവും കേരളക്കര വേദനയോടെയാണ് കേട്ടത്. ഒരു കാര്യം പറഞ്ഞാണ് തുടങ്ങുന്നത്. ആരോഗ്യകരമായ ദാമ്പത്യം അല്ലെങ്കിൽ അഭിമാനകരമായ വിവാഹമോചനം. ഈ വാക്കുകൾ കേൾക്കുന്നത് ഞാൻ ആദ്യം സുനിൽ പി ഇളയടം മാഷിന്റെ പ്രസംഗത്തിൽ നിന്നാണ്. അദ്ദേഹം സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്ന വിഷയം കൈകാര്യം ചെയ്യുന്നത് ഏറെ ശ്രദ്ധേയവുമാണ്. വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ വിവാഹത്തോടെ ഗാർഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് അവിടെ വീട്ടമ്മയല്ല വീട്ടടിമ എന്ന തസ്തികയിലേക്ക് ചുരുങ്ങുന്ന പാട്രിയാർക്കി രീതിയെക്കുറിച്ചും പറയേണ്ടതുണ്ട്. ഈ പ്രസംഗത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ചിലത് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. പുരാണകാലം മുതൽക്കേയുള്ള സമൂഹത്തിന്റെ സ്ത്രീ ചിന്തകൾ ഭൂരിഭാഗവും ഈ അടിമ പാരമ്പര്യത്തിൽ കെട്ടപ്പെട്ടതാണ്. പക്ഷെ ഇന്നത്തെ തലമുറ എങ്ങനെയാണ് ഈ ചിന്താഗതിക്ക് ഈർച്ചവാൾ വെക്കുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ശരിയാണോ? ഇങ്ങനെയുള്ള ഈ അടിമത്തത്തിനെതിരെ ഒരു ഈർച്ചവാൾ ഇവിടെ വരുന്നുണ്ടോ? ഇതൊരു പുരോഗമന കാലഘട്ടമാണ് എന്നിവരെ സൂചിപ്പിക്കുന്നു. ഇവിടെ ഇതെല്ലാം പ്രസംഗത്തിൽ മാത്രമാണോ ഒതുങ്ങുന്നത്? അതുമാത്രമല്ല, സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ ഒരു കാര്യവും കൂടെ ഇവിടെ കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഈ ആശയത്തിന് മികവ് കിട്ടൂ. രാത്രി എന്ന വാക്ക് സ്ത്രീയുമായി ചേർത്ത് എവിടെ കണ്ടാലും അവിശുദ്ധ ചിന്ത വരുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. അദ്ദേഹം പറയുന്നത് രാത്രി യാത്രകളും തെരുവിലെ ആഹാരവും എന്ന കാര്യത്തോട് അനുബന്ധിച്ചാണേലും സ്ത്രീയുടെ മറ്റ് ജീവിതവും രാത്രി എന്ന വാക്കും ഇന്നും സമൂഹത്തിന്റെ മനസ്സിൽ ഒരു കരട് തന്നെയല്ലേ? രാത്രിയിൽ സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ, ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടന്നാൽ, ഹോട്ടലിൽ മുറിയെടുത്താൽ, രാത്രി സാമൂഹിക മാധ്യമങ്ങളിൽ വിഹരിച്ചാൽ, പാതിരായ്ക്ക് ആരെയെങ്കിലും ഫോൺ വിളിച്ചാൽ, ചാറ്റ് ചെയ്യാൻ ഹായ് പറഞ്ഞാൽ, രാത്രിയിൽ വൈകി വീട്ടിൽ വന്നാൽ തുടങ്ങി ഒരുപാട് രാത്രി കാര്യങ്ങളിൽ സ്ത്രീ ജീവിച്ചാൽ അവളെ മറ്റു കണ്ണുകളുടെ നോക്കുന്ന സമൂഹവും വീട്ടുകാരും നാട്ടുകാരും കുറവല്ല എന്ന ഓർമ്മപ്പെടുത്ത തന്നെയല്ലേ കഴിഞ്ഞ സംഭവങ്ങൾ. അവരെല്ലാവരും അറിയാൻ വേണ്ടിയാണ്. നൊന്ത് പെറ്റെന്ന് 10 തവണ പറയുന്ന അമ്മമാരോട്, മടിയിൽ വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറഞ്ഞല്ലേ നിന്നെ വളർത്തിയതെന്ന് പറയുന്ന അച്ഛന്മാരോട് ചില ചോദ്യങ്ങളുണ്ട്. അത് ചോദിക്കാം. ആദ്യം കാര്യത്തിലേക്ക് കടക്കാം. ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശിനി അതുല്യ ശേഖരൻ ഭർത്താവിൽ നിന്നും ദീർഘനാളായി പീഡനം നേരിട്ടതായി സൂചന. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചോദിക്കോട്ടെ, ഈ നൊന്തുപെറ്റ അമ്മമാർ അന്ന് അമ്മമാരല്ലേ? മടിയിൽ വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറഞ്ഞല്ലേ നിന്നെ വളർത്തിയതെന്ന് ചോദിക്കുന്ന അച്ഛന്മാർ അന്ന് അച്ഛന്മാരായിരുന്നില്ലേ? മദ്യപിച്ച ശേഷം അതുല്യയെ കാര്യമായി മർദ്ദിക്കാറുണ്ടായിരുന്നു എന്ന് അച്ഛനും അമ്മയും അറിയുന്നത് ഇന്നൊന്നുമല്ലല്ലോ. അച്ഛനമ്മമാരോട് ഒരു കാര്യം പറയാനുണ്ട്. കല്യാണം കഴിച്ചു കൊടുക്കുന്ന കുട്ടികൾ സ്വന്തം മക്കൾ തന്നെയാണ്. ഭാര്യയായിരിക്കാം, അമ്മയായിരിക്കാം. പക്ഷെ നൊന്തുപെറ്റ അമ്മയ്ക്ക് എങ്ങനെയാണ് കല്യാണം കഴിഞ്ഞ ശേഷം മകൾ അന്യയാവുന്നത്? എങ്ങനെയാണ് അച്ഛന് അന്യയാവുന്നത്? അവിടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. വിഷയത്തിലേക്ക് കടക്കുന്നു. അതുല്യയുടെ ഭർത്താവ് സതീഷിന് എല്ലാ കാര്യങ്ങളിലും അതുല്യയെ സംശയമുണ്ടായിരുന്നുവെന്നും അതുല്യയുടെ ബന്ധു രാഹുൽ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അതുല്യയുടെ സഹോദരി കല്യാണത്തിന് പോലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സഹോദരിയുടെ കാര്യമായതിനാലാണ് അന്ന് പുറത്തറിയിക്കാതിരുന്നതെന്നും ഈ പറഞ്ഞ രാഹുൽ എന്ന സുഹൃത്ത് പറയുന്നു. കഴിഞ്ഞ ശനിയാഴ്ച പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കെ പിറന്നാൾ ദിനത്തിലാണ് അതുല്യ തന്റെ ജീവൻ ഒടുക്കുന്നത്. പ്ലസ് 2 പഠനകാലത്ത് ഗ്രൂപ്പിലുള്ള പല സുഹൃത്തുക്കളോടും ഭർത്താവിന്റെ ക്രൂരതയെപ്പറ്റി അതുല്യ പറഞ്ഞിരുന്നത്രേ. അന്ന് ഈ പറഞ്ഞ സുഹൃത്തുക്കളല്ലേ? ചോദ്യം സുഹൃത്തുക്കളോടുകൂടിയാണ്. അതുല്യയെ ഭർത്താവ് ഉപദ്രവിക്കുമായിരുന്നുവെന്ന് സുഹൃത്ത് സബീന മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അന്ന് സബീന സുഹൃത്തായിരുന്നില്ലേ? ഭർത്താവ് പലതവണ ഉപദ്രവിച്ചതായി പറഞ്ഞിരുന്നു. ആത്മഹത്യ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും ഇപ്പോൾ സബീന പറയുന്നു. കാര്യം എല്ലാം ശരിയാണ്. എല്ലാവർക്കും വിഷമമുണ്ടാവും. അതുല്യയുടെ മരണം അതേ വേദനയോടുകൂടി തന്നെയാണ് ചോദിക്കുന്നത്. പ്രതികരിക്കേണ്ട സമയത്ത് കൃത്യമായി പ്രതികരിക്കാതിരിക്കുമ്പോഴാണ് ഇത്തരം ആളുകൾ ഒറ്റപ്പെടുകയും അവരെല്ലാവരും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക. എല്ലാവരോടും പോസിറ്റീവായി സംസാരിക്കുന്ന ആളാണ് അതുല്യ. പുള്ളിക്കാരി ആത്മഹത്യ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. നല്ലൊരു ക്യാരക്ടറായിരുന്നു. എന്തും തുറന്നു പറയും. നല്ലൊരു സ്വഭാവമായിരുന്നു. എപ്പോഴും നമുക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യും. ഭർത്താവുമായി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ ഗ്രൂപ്പിൽ അതുല്യ സജീവമായിരുന്നു. അതിൽ ഇന്നലെയും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇതാണ് അതുല്യയുടെ സുഹൃത്ത് സബീന പറഞ്ഞത്. ഭർത്താവ് സതീഷ് അതുല്യയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്ന് സുഹൃത്തായ മുജീബും പറയുന്നു. മുജീബും സുഹൃത്തായിരുന്നില്ലേ? ഈ കാര്യങ്ങൾ അറിയുമ്പോൾ കൃത്യമായി ഇടപെടേണ്ട സുഹൃത്തുക്കളല്ലേ മുജീബും സബീനയും എല്ലാവരും? ദുബായിലുള്ള സമയത്ത് മർദ്ദിച്ചപ്പോൾ പോലീസുകാരെ വിളിക്കുകയും സതീഷ് അതുല്യയോട് മാപ്പ് പറയുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും മുജീബ് പറയുന്നു. ഈയിടെയാണ് ഇവർ ഷാർജയിലേക്ക് മാറിയതെന്നും മുജീബ് പറയുന്നു. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു ഷാർജ റോള പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിൽ അതുല്യ ശേഖരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച സഫാരി മാളിലെ ഒരു സ്ഥാപനത്തിൽ പുതിയതായി ജോലിയിൽ പ്രവേശിക്കാൻ ഇരിക്കെയാണ് അതുല്യ ജീവനൊടുക്കിയത്. ദുബായിൽ ആരോമൽ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ജീവനക്കാരനാണ് സതീഷ് ശങ്കർ. ദമ്പതികളുടെ മകൾ നാട്ടിലുമാണ്. എന്തൊരു ദാരുണമായ സംഭവമാണ് കേരളക്കര കേട്ടത്. ആദ്യം വിഭജികയും മകൾ വൈഭവിയും, ഇപ്പോൾ അതുല്യ. ഒരേ ജില്ലക്കാരായ 2 യുവതികൾ.
അതിലൊരാളാകട്ടെ മരണത്തിലേക്ക് മകളെയും ഒപ്പം കൂട്ടി. ഈ 3 മരണങ്ങൾ സൃഷ്ടിച്ച വേദനയിലാണ് പ്രവാസ ലോകവും കേരള ലോകവും ഒന്നാകെ. 10 ദിവസം മുമ്പാണ് ഷാർജ അൽ നഹദിയിലെ താമസയിടത്തിൽ കൊല്ലം കൊറ്റങ്കര കേരളപുരം സ്വദേശിനി രജിത ഭവനിൽ വിഭജിക മണിയൻ എന്ന 33 വയസ്സുകാരി, മകൾ 1.5 വയസ്സുകാരി വൈഭവി നിതീഷ് എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകളെ കൊലപ്പെടുത്തിയ ശേഷം വിഭജിക ആത്മഹത്യ ചെയ്തതാണെന്നും പിന്നീട് ഷാർജ പോലീസ് സ്ഥിരീകരിക്കുകയുണ്ടായി. പ്രവാസികളെ വേദനയിലാഴ്ത്തിയ ഈ 2 മരണങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ശനിയാഴ്ച ഷാർജ റോളയിൽ മറ്റൊരു കൊല്ലം സ്വദേശിനിയായ അതുല്യ ശേഖർ 30 വയസ്സുകാരി എന്ന യുവതി കൂടി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതെന്ന് ഓർക്കുക. ഷാർജയിലെ അതുല്യയുടെ മരണത്തിൽ ഭർത്താവ് സതീഷ് ശങ്കറിനെതിരെ ഉയരുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ്. ആ ആരോപണങ്ങളെല്ലാം കുടുംബക്കാരും സുഹൃത്തുക്കളും പലതവണയായി അറിഞ്ഞതുമാണ്. അന്ന് പ്രതികരിക്കാതിരുന്നതാണ് ഇന്ന് ഈ മരണത്തിലേക്ക് നയിച്ചതെന്ന് പറയേണ്ടി വരുന്നു. സതീഷിൽ നിന്ന് നിരന്തര ഉപദ്രവവും കൊടിയ പീഡനങ്ങളുമാണ് അതുല്യ അനുഭവിച്ചതെന്നാണ് സുഹൃത്ത് മാധ്യമങ്ങളോട് ആരോപിച്ചത്. അതുല്യ വെളിപ്പെടുത്തിയ ഓരോ ദുരനുഭവങ്ങളും സുഹൃത്തായ യുവതി പങ്കുവെച്ചതോർക്കുമ്പോൾ ഏറെ വേദനാജനകമാണ് തോന്നുന്നത്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉപകരിക്കുന്ന ഒന്നായിരിക്കട്ടെ. സതീഷ് അതുല്യയെ കൊണ്ട് മൂത്രം വരെ കുടിപ്പിച്ചെന്നും അടിവസ്ത്രം മൂരി മുഖത്തേക്കെറിഞ്ഞെന്നും സുഹൃത്ത് ആരോപിക്കുന്നു. ഇതെല്ലാം പറയേണ്ട സമയം ഒരു ജീവൻ പോയി കഴിഞ്ഞ ശേഷമാണോ? ഒരു അടിമയെ പോലെയാണ് അവൻ ഭാര്യയെ കണ്ടത്. ജോലിക്ക് പോകുമ്പോൾ 3 നേരത്തെ ഭക്ഷണവും തയ്യാറാക്കി കൊടുക്കണം. അവന്റെ ഷൂലേസ് വരെ കെട്ടിക്കൊടുക്കണം. ഇത്രേ ഉപയോഗിച്ച കർച്ചീഫ് കഴുകില്ലെന്ന് പറഞ്ഞ് അത് തറയിലിട്ട ശേഷം അവളുടെ മുഖത്ത് വെച്ച് തുടച്ച സംഭവം ഉണ്ടായി. അടിവസ്ത്രം മൂരി അവളുടെ മുഖത്താണ് എറിയുന്നതെന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം വേറെ വല്ലതും ഒരു ഭാര്യയ്ക്ക് അനുഭവിക്കേണ്ടതുണ്ടോ എന്ന് നാം പൊതുസമൂഹം ആലോചിക്കേണ്ടതുണ്ട്. ഷൂലേസ് വരെ അവൾ കെട്ടിക്കൊടുത്താലേ അവൻ പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ. കഴിഞ്ഞ തവണ അവൾ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് കർച്ചീഫ് കഴുകിയില്ലെന്ന് പറഞ്ഞ് പൊതിരെ തല്ലി. എന്നിട്ട് കർച്ചീഫ് കൊണ്ട് അടുക്കളയും കുളിമുറിയും തുടച്ചിട്ട് അവളുടെ മുഖത്തേക്കിട്ടു. ഇതാണ് നിനക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞായിരുന്നു ഈ ഉപദ്രവം. ഇയാളൊരു ഭർത്താവാണോ? ഇതാണ് നാം ചർച്ച ചെയ്യേണ്ട വിഷയം. ജനിച്ചത് പെൺകുഞ്ഞാണെന്ന് പറഞ്ഞ് നിരന്തരം ഉപദ്രവിക്കുന്നു. നാട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടും അയാൾ വിട്ടില്ല. നമ്മൾ വിളിക്കുമ്പോഴും അയാൾക്ക് സംശയമാണ്. സ്പീക്കറിലിട്ട് അനങ്ങാതെ നിന്ന് കേൾക്കും. അവനില്ലാത്ത സമയം നോക്കി അവൾ വിളിക്കാറുള്ളൂ. വിളിക്കുമ്പോഴെല്ലാം വിഷമങ്ങൾ പറയും. പക്ഷെ ഒരിക്കലും അത് ആത്മഹത്യയിലേക്ക് എത്തില്ല. കാരണം ആത്മഹത്യ ചെയ്തേക്കാമായിരുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. സുഹൃത്ത് പറയുന്നു, ആത്മഹത്യ ചെയ്തേക്കാവുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെന്ന് എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക? അവർ ആ സമയത്ത് ആത്മഹത്യ ചെയ്യാതിരുന്നതാണോ തെറ്റ്? അതോ ഇപ്പോൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇത്രയും പ്രശ്നങ്ങൾ തീരട്ടെ എന്ന് കരുതിയ ശേഷം വീണ്ടും അവർ ഈ സമയത്ത് ആത്മഹത്യ ചെയ്തു എന്നതാണോ വിഷയം? ഒരു കാര്യം പറയാം, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക. ഇതിനൊക്കെ ഉപരി നമ്മുടെ വിഷമങ്ങൾ പങ്കുവെക്കുമ്പോൾ സുഹൃത്തുക്കളും അതുപോലെ തന്നെ നൊന്തുപെറ്റ അമ്മമാരും നേരത്തെ പറഞ്ഞ പോലുള്ള അച്ഛന്മാരും കൃത്യമായും മകളുടെ വിഷയങ്ങൾ കേൾക്കണം. ഒരു കാര്യം പറയാതെ വയ്യ, ജനിച്ചത് പെൺകുഞ്ചാണെന്ന് പറഞ്ഞ് നിരന്തരം ഉപദ്രവിക്കുകയും നാട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടും അയാൾ വിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സുഹൃത്തുക്കളും അമ്മയും അച്ഛന്മാരും ഈ പറഞ്ഞ അതുല്യയെ കരുതേണ്ടതല്ലേ? അതുല്യയുടെ ഭർത്താവ് സതീഷ് പറയുന്നത് ഇങ്ങനെയാണ്: 2.5 ലക്ഷം രൂപ ശമ്പളം, സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവൻ, ആ കുഞ്ഞുണ്ടാക്കിയ ചോറും കറിയും ഇപ്പോഴും അവിടെയുണ്ട്. അതുല്യയുടെ മരണം കൊലപാതകമാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ബന്ധുക്കൾ ഷാർജയിൽ കഴിഞ്ഞ ദിവസം തൂങ്ങിമരിച്ച നിലയിൽ കാണപ്പെട്ട കൊല്ലം സ്വദേശിനിയായ അതുല്യ ഭർത്താവിൽ നിന്നും നേരിട്ടത് അതിക്രൂരമായ പീഡനങ്ങളാണെന്ന് ഉറപ്പിച്ചു പറയുന്നു. അതുല്യയുടെ മരണശേഷം ഭർത്താവ് സതീഷും മാധ്യമങ്ങളോട് സംസാരിച്ച കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. താൻ പുറത്തുപോയി വന്നപ്പോഴാണ് അതുല്യയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടത് എന്നാണ് സതീഷ് പറഞ്ഞത്. ക്രൂരമായ പീഡനങ്ങൾ വിവാഹ നിശ്ചയം കഴിഞ്ഞതു മുതൽ സതീഷിൽ നിന്നും അതുല്യ അനുഭവിച്ചിട്ടുണ്ട്. ക്രൂരമായ മാനസിക പീഡനങ്ങൾ ഏറ്റിരുന്നു എന്ന് കുടുംബം ആരോപിക്കുന്നുമുണ്ട്. 2 ലക്ഷത്തോളം രൂപ ശമ്പളമുള്ള ആളാണ് സതീഷ്. എന്നാൽ ഈ പൈസ മുഴുവൻ അദ്ദേഹം മദ്യപിച്ച് തീർക്കുകയാണ്. അതും കുടുംബം തന്നെയാണ് പറയുന്നത്. ഇതെല്ലാം അറിയാവുന്ന കുടുംബത്തിന് നേരത്തെ തന്നെ ഈ പറഞ്ഞ അതുല്യയെ ഒന്ന് സംരക്ഷിക്കാമായിരുന്നില്ലേ? അതുല്യക്ക് അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാമായിരുന്നില്ലേ? ഇതാണോ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ട കാര്യം? കുഞ്ഞുള്ളത് കൊണ്ട് അതുല്യ വിദേശത്തേക്ക് എത്തിയതിനു പിന്നാലെ അവൾക്ക് ചില സ്ഥലങ്ങളിൽ ജോലി ലഭിച്ചിരുന്നു. എന്നാൽ അവൾ അതിനൊന്നും പോകാൻ സതീഷ് അനുവദിച്ചിരുന്നില്ല. ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു സതീഷിൻ്റെത്. ആരും അവളോട് സംസാരിക്കാനോ അവളെ നോക്കാനോ പാടില്ല. അവൾക്ക് ആരോടും സംസാരിക്കാൻ അനുവാദമില്ലായിരുന്നു. മുൻപ് ഈ പ്രശ്നങ്ങളെ തുടർന്ന് കേസ് കോടതിയിൽ വരെ എത്തിയിരുന്നത്രേ. ഇവിടെയാണ് മറ്റൊരു ചോദ്യം. ഇത്തരം വിഷയങ്ങൾ കോടതിയിൽ വരെ കേസെത്തിയ സ്ഥിതിക്ക് സ്വാഭാവികമായും അമ്മയ്ക്കും അച്ഛനും സ്നേഹമുള്ള കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം അതുല്യയെ സംരക്ഷിക്കാമായിരുന്നില്ലേ? ഞങ്ങളുണ്ടാവും കൂടെ എന്ന് പറയേണ്ട കാലഘട്ടമായിരുന്നില്ലേ? ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ അടിമയായി ജീവിക്കുന്ന കാലഘട്ടമെല്ലാം മറന്നുപോയി എന്ന് ഓർമ്മപ്പെടുത്തേണ്ട ആളുകളല്ലേ സുഹൃത്തുക്കളും അമ്മയും അച്ഛന്മാരും? ഇവിടെയാണ് പറഞ്ഞു വരുന്നത്, പ്രാകൃത സമൂഹത്തിന്റെ എല്ലാവിധ ചരടുകളിലും കുടുങ്ങിയിരിക്കുന്നവരാണോ ഇപ്പോഴും സുഹൃത്തുക്കളും അച്ഛനും അമ്മമാരും? ഇത് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. കോടതിയിൽ ഈ വിഷയം എത്തിക്കഴിഞ്ഞ ശേഷം എല്ലാം സംസാരിച്ച് ശരിയാക്കുകയായിരുന്നു. ഒരു കുഞ്ഞുള്ളത് കൊണ്ട് എല്ലാം ശരിയാകുമെന്നാണ് കരുതിയത്. 2 ലക്ഷം രൂപ ശമ്പളം, 3000-ന്റെയും 4000-ന്റെയും കുപ്പികളാണ് വാങ്ങുന്നത്.
അവന് നാട്ടിലെ 2 ലക്ഷം രൂപ ശമ്പളമുണ്ട്. അവിടെ സൈറ്റ് എഞ്ചിനീയർ ആണ്. BSc-യും സിവിൽ എഞ്ചിനീയറിംഗും പാസ്സായവനാണ്. അത്രയും വിദ്യാഭ്യാസമൊക്കെയുണ്ട്. അവന്റെ അച്ഛൻ ശാസ്താംകോട്ട കോളേജിലായിരുന്നു ജോലി. അതുകൊണ്ട് തന്നെ ഇത്തിരി സ്റ്റാൻഡേർഡുള്ള നല്ല ബന്ധമാണെന്ന് കരുതിയാണ് നടത്തിയതെന്നാണ് അതുല്യയുടെ അമ്മ പറയുന്നത്. ഇനി സതീഷിന്റെ വാചകത്തിലേക്ക് പോകാം. 2.5 ലക്ഷം രൂപ ശമ്പളം, എനിക്ക് ആരുമില്ല, അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവൾ എന്നെ വിട്ടുപോകുമെന്ന് പറഞ്ഞപ്പോഴേക്ക് ആത്മഹത്യാ ഭീഷണി മുഴക്കിയതത്രേ. എൻ്റെ ഒരു വീട് നാട്ടിൽ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു വീഡിയോ വന്നു, എനിക്ക് 2 ലക്ഷം രൂപ ശമ്പളമുണ്ടെന്ന്. സോറി, 2 ലക്ഷം രൂപയല്ല, 2.5 ലക്ഷം രൂപയാണ് ശമ്പളം അത്രേ. എന്റെ അക്കൗണ്ടിൽ എന്നാലും 1000 രൂപ പോലുമില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി സുഹൃത്തിന്റെ ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചാണ് അത്ര ഇയാൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്. ആത്മഹത്യ ചെയ്യില്ല ആ കുഞ്ഞ്, ആത്മഹത്യ ചെയ്യില്ല. ഒന്നുകിൽ അവളെ ആരോ അപായപ്പെടുത്തിയതാണ്, അല്ലെങ്കിൽ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തപ്പോൾ പറ്റിപ്പോയതാണ്. ഷാർജ പോലീസിനോട് ഇങ്ങനെയാണ് അതുല്യയുടെ ഭർത്താവ് സതീഷ് മൊഴി നൽകിയത്. എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയണം, ഇതും പറഞ്ഞിട്ടുണ്ടത്രേ. ഇവിടുത്തെ സിസ്റ്റത്തെ എനിക്ക് വിശ്വാസമാണത്രേ. എനിക്കറിയണം എന്റെ കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്ന്. ഒഴിവാക്കാനാണെങ്കിൽ എല്ലാവരും പറയുന്നു ഞാൻ ആ കുഞ്ഞിനെ കൊന്നതാണെന്ന്. എനിക്ക് ആ കുഞ്ഞു മാത്രമേ ഉള്ളൂ. അതിനെ കൊന്നിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാണ്? ഇത്രയും സാലറി ഒക്കെ ഉള്ള മനുഷ്യനാണ് ഞാൻ. ഒഴിവാക്കാനാണെങ്കിൽ എനിക്ക് നിസ്സാരമായിട്ട് ഒഴിവാക്കാമായിരുന്നു. എനിക്ക് ഇഷ്ടത്തിന് ജീവിക്കാമായിരുന്നു. അബോർഷനൊക്കെ കഴിഞ്ഞിട്ട് അവൾ നാട്ടിൽ നിന്ന് വരുന്നില്ല എന്ന് പറഞ്ഞതാണ്. എനിക്ക് വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാമായിരുന്നു. ഇത് ദുബായ് അല്ലേ, എനിക്ക് ഇഷ്ടത്തിന് ജീവിക്കാമായിരുന്നു. പക്ഷേ എനിക്ക് അവളെ വേണമെന്ന വാശിയിൽ ഞാൻ അവളെ കാല് പിടിച്ച് തിരികെ കൊണ്ടുവന്നതാണ്. അതെനിക്ക് അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. 11 വർഷം എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയുന്നില്ല. ആഹാരം പോലും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ആ കുഞ്ഞുണ്ടാക്കി വെച്ച ചോറും കറിയും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്, അതുപോലും കഴിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി. 11 വർഷം എന്റെ പീഡനമെങ്കിൽ അവൾക്ക് പോകാമായിരുന്നില്ലേ? നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കണം, ഞാൻ അവളെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ എന്നാണ് സതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതാണോ ഒരു യഥാർത്ഥ ഭർത്താവ്? ഇതാണോ ഒരു ദാമ്പത്യ ബന്ധം? ഇത് ചർച്ച ചെയ്യേണ്ടത് കേരള സമൂഹമാണ്. ഇതാണോ ഒരു ദാമ്പത്യ ബന്ധം സ്വന്തം മകൾക്ക് കൊടുക്കുന്ന അമ്മയുടെ സമ്മാനം? ഇതാണോ ഒരു ദാമ്പത്യ ബന്ധം സ്വന്തം മകൾക്ക് കൊടുക്കുന്ന അച്ഛന്റെ സമ്മാനം? ഇതാണോ ഒരു ദാമ്പത്യ ബന്ധം സ്വന്തം കൂട്ടുകാരിക്ക് കൊടുക്കുന്ന സുഹൃത്തുക്കളുടെ സമ്മാനം? സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ വിഷമങ്ങളിലും സന്തോഷങ്ങളിലും പങ്കാളിയാവുക മാത്രമല്ല, അതിൽ ചില തീരുമാനങ്ങൾ എടുക്കാനും കെൽപ്പുള്ളവരായിരിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് ചോദിക്കുന്നത്. ഇങ്ങനെയാണോ കേരളം മുന്നോട്ട് പോകേണ്ടത്? ഇതാണോ കേരളത്തിലെ ദാമ്പത്യ ബന്ധം? അച്ഛനമ്മമാർ ആലോചിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. മകൾ കല്യാണം കഴിഞ്ഞാലും മകൾ തന്നെയാണ്. ഒരിക്കലും അത് അമ്മായിയമ്മയുടെ മരുമകളല്ല, ഒരിക്കലും ഒരു ഭർത്താവിന്റെ ഭാര്യയുമല്ല. മകൾ മകൾ തന്നെയാണ്. ആ മകളെ സ്നേഹിക്കുക. സുഹൃത്തെന്നും സുഹൃത്തു തന്നെയാണ്. ആ സുഹൃത്തിനോടൊപ്പം വിഷമങ്ങളിൽ പങ്കുചേരുക. ആത്മഹത്യ ഒന്നിനും ഒരു കാരണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.